ഹായ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമുക്കിന്ന് പുതിയൊരു ക്ലാസ് പരിചയപ്പെടാം. ഇന്ന് നമുക്ക് പുതിയ ക്ലാസ്സിൽ പുതിയൊരു അക്ഷരം പരിചയപ്പെടാം. നമ്മൾ പഠിക്കാൻ പോകുന്ന അക്ഷരം ഒരു ക്രാഫ്റ്റ് വർക്കിലൂടെയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിന്ന് ക്രാഫ്റ്റ് വർക്കിലൂടെ പഠിച്ച അക്ഷരമാണ് എ എന്ന അക്ഷരം. അപ്പോൾ ഇന്ന് നമുക്ക് ക്രാഫ്റ്റ് വർക്കിലൂടെ നമ്മൾ കണ്ടുപിടിച്ച അക്ഷരത്തിൻ്റെ പേരെന്താ? എ. ഈ എ എങ്ങനെ എഴുതുന്നതെന്ന് കണ്ടോ? എന്താ ഇങ്ങനെ ഒരു റ, അല്ലെങ്കിൽ നമ്മൾ പാ പഠിച്ചിട്ടില്ലേ? ആദ്യം പാ എഴുതുക, ആ പായിലൂടെ തന്നെ മറ്റൊരു റ എഴുതിയാൽ മതി. അപ്പോൾ എ എന്ന അക്ഷരം കിട്ടും. ആദ്യം എന്തെഴുതണം? ആദ്യം പാ എഴുതുക, പിന്നെ ആ പായിലൂടെ തന്നെ ആ മുകളിലേക്ക് പോയ ആ വരയിലൂടെ തന്നെ മറ്റൊരു റാ എഴുതുക. അപ്പോൾ നമുക്ക് എ എന്ന അക്ഷരം കിട്ടും. എ അതിലും ഈസിയാണ്. പാ എന്ന അക്ഷരം എഴുതുക, എന്നിട്ട് ദ എന്ന അക്ഷരം എഴുതുക. ദ എന്ന അക്ഷരം നമ്മൾ ഈ പായിൽ മുകളിലേക്ക് പോയ ആ വരിയിലൂടെ തന്നെ ദ എന്ന അക്ഷരം എഴുതുക. അത് ഞാൻ എഴുതുമ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ ക്രാഫ്റ്റ് വർക്കിലൂടെ നമ്മൾ ഈ എ എന്ന അക്ഷരം മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ എ എന്ന അക്ഷരം നിങ്ങൾക്ക് മനസ്സിലായല്ലോ? നിങ്ങൾക്ക് ഈ കളി ഇഷ്ടപ്പെട്ടോ? ഈ ക്രാഫ്റ്റ് വർക്കിലൂടെ ചെയ്തത് നിങ്ങളിങ്ങനത്തെ ഈ മുട്ടുസൂചി ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉപയോഗിച്ച് ഇതൊന്നും ചെയ്യരുത് കേട്ടോ. അത് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനും ഇഷ്ടപ്പെടുത്താനും കൂടുതൽ രസകരമാക്കാൻ വേണ്ടി മാത്രമാണ് ടീച്ചർ ഇങ്ങനെയൊക്കെ ചെയ്തത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് കണ്ടല്ലോ. ഇതിൻ്റെ ഷേപ്പ് ഒരു പാ ഇടുക, ആ വരിയിലൂടെ തന്നെ ഒരു റാ എഴുതുക. അപ്പോൾ എ എന്ന അക്ഷരം കിട്ടും. പിന്നെ എ എന്ന അക്ഷരം എങ്ങനെ എഴുതും? പാ എന്ന അക്ഷരം എഴുതി അതിലൂടെ തന്നെ ദ എഴുതിയാൽ മതി. അത് ഞാൻ എഴുതുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഗെയിം ഇഷ്ടപ്പെട്ടോ? അപ്പോൾ നമുക്കിത് എഴുതാൻ പഠിക്കാം. അപ്പോൾ ഓക്കെ, നമുക്കിത് എഴുതാനും പഠിക്കാം, അതിൻ്റെ ചിഹ്നങ്ങളും പഠിക്കാം. ഇനി നമുക്ക് എ എന്ന അക്ഷരം എഴുതാൻ പഠിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ വിശദമായിട്ട് മനസ്സിലാവും. ഇപ്പോൾ എ എന്ന അക്ഷരം എങ്ങനെ എഴുതുന്നതെന്ന് നിങ്ങൾ നോക്കിയോ. ഇപ്പോൾ പാ എന്ന അക്ഷരം എഴുതുക. പാ എന്ന അക്ഷരം നമുക്ക് എഴുതാൻ അറിയാമല്ലോ. എന്നിട്ട് ആ വരിയിലൂടെ തന്നെ, ഇപ്പം അത് മുകളിലേക്ക് പോയി ഞാനത് നമ്മൾ വിരലെടുക്കരുത്, അല്ല
പെൻസിലെടുക്കാതെ താഴേക്ക് കൊണ്ടുവരിക. താഴേക്ക് കൊണ്ടുവന്ന് മറ്റൊരു റാ എഴുതുക. റാ എഴുതിയാൽ മതി. ഇപ്പോൾ പാ എഴുതുക, റാ എഴുതുക, അത്ര ഓർത്തിരുന്നാൽ മതി. നമ്മൾ ഈ എന്ന അക്ഷരം എഴുതുമ്പോൾ പായും റായും നമ്മുടെ മനസ്സിൽ വന്നാൽ മതി. മനസ്സിലായോ? ഇപ്പോൾ പാ എഴുതുക, ആ വരിയിലൂടെ തന്നെ റാ എഴുതുക. അപ്പോൾ ഇങ്ങനെയാണ് എ എന്ന അക്ഷരം എഴുതുക. ഇത് എളുപ്പമല്ലേ? ഈസി അല്ലേ? ഇനി ഞാൻ എ എന്ന അക്ഷരം കാണിച്ചു തരാം. എ എന്ന അക്ഷരം നോക്കിയോ. പാ എഴുതി, ഞാൻ പറഞ്ഞായിരുന്നു ദാ എഴുതണമെന്ന്. കണ്ടോ? നമ്മൾ റായ്ക്ക് പകരം ദാ എഴുതിയാൽ മതി. അപ്പോൾ എ എന്ന അക്ഷരം കിട്ടും. മനസ്സിലായോ? അപ്പോൾ എയും പഠിച്ചു, എ എന്ന അക്ഷരം പഠിച്ചു. എ എങ്ങനെ ഇരിക്കും? പാ എഴുതി റാ എഴുതുക, ആ വരിയിലൂടെ തന്നെ റാ എഴുതുക. എ എങ്ങനെ എഴുതും? പാ എഴുതി ആ വരിയിലൂടെ തന്നെ ദാ എന്ന അക്ഷരം എഴുതുക. ദാ എന്ന അക്ഷരം നമ്മൾ റാ തുടങ്ങുന്നത് പോലെ തന്നെ എഴുതിയിട്ടാണല്ലോ ഇങ്ങനെ എഴുതുക. അപ്പം നമ്മൾ റായും ദായും ഒക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ അതുകൊണ്ട് ഈ അക്ഷരം എഴുതാൻ നമുക്ക് ഈസിയാണ്. അപ്പം ഏതൊക്കെ അക്ഷരങ്ങൾ ഈ എയിലും ഉണ്ട് അത് നിങ്ങൾക്ക് മനസ്സിലായോ? ഏതൊക്കെ അക്ഷരമുണ്ട്? പാ എന്ന അക്ഷരമുണ്ട് അല്ലേ? പിന്നെന്താ? റായുണ്ട്, പിന്നെ ദാ എന്ന അക്ഷരവും ഉണ്ട്. ഇതെല്ലാം എയും എ എന്ന അക്ഷരത്തിലും ഉണ്ട്. ഇത് ഈ പാ എന്ന അക്ഷരം എഴുതിയിട്ട് ഈ വരിയിലൂടെ തന്നെ റാ എഴുതുമ്പോൾ നമുക്ക് എ കിട്ടും. ഈ പാ എന്ന അക്ഷരം എഴുതിയിട്ട് ഈ വരിയിലൂടെ തന്നെ ദാ എന്ന അക്ഷരമാക്കുമ്പോൾ നമുക്ക് എ എന്ന അക്ഷരം കിട്ടും അല്ലേ? അപ്പോൾ ഈസി അല്ലേ ഇത് എഴുതാനും നമുക്ക് ഈസിയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ചിഹ്നങ്ങൾ പഠിക്കാം. അപ്പോൾ പേരൻസ് ഒരു കാര്യം ശ്രദ്ധിക്കുക. കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ആദ്യത്തെ ക്ലാസ്സുകളിലൊക്കെ അവർ റായും ദായും ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെ ഗെയിമുകളിലൂടെയാണ് പഠിപ്പിച്ചതെന്നുള്ളതും ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരോട് ആ ഗെയിം ആദ്യം ചോദിക്കണം. അക്ഷരം ചോദിച്ചാൽ കുട്ടികൾ ഓർത്തിരിക്കത്തില്ല. അപ്പോൾ ഞാൻ എങ്ങനെയാണ് അവരെ പഠിപ്പിച്ചത്, അല്ലെങ്കിൽ ഒരു പായ്ക്കാണെങ്കിൽ ഞാനൊരു പാട്ട് പാടിയിട്ടാണ് പഠിപ്പിച്ചത്, ദായാണെങ്കിൽ ഞാനൊരു സ്പൈഡർമാൻ്റെ ഗെയിം വെച്ചിട്ടാണ്, ഒരു വഴി കണ്ടുപിടിക്കുന്ന ഗെയിം വെച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ അത് പറയുമ്പോൾ അവർ വേഗം ഓർത്തിരിക്കും. അപ്പോൾ ആ ചെയ്ത അതെന്താണെന്ന് അവരുടെ മനസ്സിലേക്ക്, നമ്മൾ ആ ഗെയിം പറയുമ്പോൾ അവരുടെ മനസ്സിലേക്ക് ആ അക്ഷരം കടന്നു വരും. അങ്ങനെയാണ് അവർ ഐഡൻറ്റിഫൈ ചെയ്ത് എഴുതുന്നത്. ഇപ്പോൾ പെട്ടെന്ന് പാ പറയൂ എന്ന് പറയുമ്പോൾ കുട്ടികൾ പെട്ടെന്ന് ഓർക്കത്തില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഓരോ ഗെയിമിലൂടെയും ഓരോ ക്രാഫ്റ്റ് വർക്കിലൂടെയൊക്കെ അവരെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അവരുടെ മനസ്സിൽ അത് തങ്ങി നിൽക്കും. അപ്പോൾ അത് നിങ്ങൾ ചോദിച്ചിട്ട് ആ അക്ഷരം അവരെ കൊണ്ട് എഴുതിപ്പിക്കുക. ഒരിക്കലും അക്ഷരം കാണാപ്പാഠം പഠിപ്പിച്ച് എഴുതിപ്പിക്കരുത്. ഓരോ വർക്കും ഓരോ ഗെയിമുകളിലൂടെ പഠിപ്പിക്കുക. അപ്പോൾ അവർ വേഗം നമ്മുടെ ഈ വീഡിയോസ് കാണിച്ചു കൊടുക്കുക. എന്നിട്ട് അവരുടെ മനസ്സിലേക്ക് അത് ഉറയ്ക്കും. എന്നിട്ട് പിന്നെ നിങ്ങൾ റിവിഷൻ പോലെ പിന്നെ ചെയ്യിക്കുമ്പോൾ നിങ്ങൾ ഈ ക്ലാസ്സുകളിൽ ഞാൻ എന്താ ചെയ്തു കൊടുത്തതെന്ന് അവരോട് ചോദിക്കുക. അപ്പോൾ അവർ വേഗം ആ അക്ഷരം ഓർത്തെടുത്തിട്ട് എഴുതാൻ ശ്രമിക്കും. ഇനി നമുക്കിതിൻ്റെ ചിഹ്നം പഠിക്കാം. ഇപ്പോൾ എയുടെ ചിഹ്നമാണ് ഒരു കുട്ടി റാ പോലെ. ഒരു റായ്ക്കകത്ത് ഇങ്ങനെ ഒരു ചിഹ്നം, അതായത് ഒന്ന് ചുറ്റിക്കെട്ടി വന്ന്, നമ്മൾ ഈ ഒക്കെ പഠിച്ചില്ലേ, ഈയുടെ പകുതി ഒരു ചുറ്റിക്കെട്ടി വന്ന് ഇങ്ങനെ, മനസ്സിലായോ? ഒരു റൗണ്ട് പോലെ വന്ന് ഇങ്ങനെ കണ്ടോ? ഇങ്ങനെ ഒരു റൗണ്ട് വന്ന്, ഇതാണ് എയുടെ ചിഹ്നം. ഇനി എയുടെ ചിഹ്നം പഠിക്കാം. എയുടെ ചിഹ്നം അതും ഒരു റൗണ്ട് പോലെ വന്ന്, പക്ഷെ അതിനൊരു വ്യത്യാസമുണ്ട്. ഇങ്ങനെ നീണ്ടു വരും, ഇങ്ങനെ ഇരിക്കും. അതായത് ഇങ്ങനെ ഒരു റൗണ്ട് തുടങ്ങി താഴേക്ക് വന്ന് ഇങ്ങനെ ഒരു ഫോണിൻ്റെ ഷേപ്പിൽ അല്ലേ? അതായത് ഫോൺ നമ്മൾ കണ്ടിട്ടില്ലേ? ലാൻഡ് ഫോണൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മളെ ഫോൺ ഇരിക്കുന്നത് നേരെ തിരിച്ചിട്ട് നോക്കാം. കണ്ടോ? മനസ്സിലായോ? അപ്പോൾ ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം. എ എന്ന് പറയുമ്പം പാ എന്ന അക്ഷരം എഴുതി അതിലൂടെ തന്നെ റാ എന്ന അക്ഷരം എഴുതുന്നു. അതിൻ്റെ ചിഹ്നം എങ്ങനെ ഇരിക്കും? ചുറ്റിക്കെട്ടി വന്ന് റാ.
ഇനി നമുക്ക് എയുടെ ചിഹ്നം പരിചയപ്പെടാം. നോക്കൂ, എ ആദ്യം നമുക്ക് എഴുതാം. എ എന്ന അക്ഷരം ആദ്യം എഴുതുന്നു. പ എഴുതി, ദ എഴുതുന്നു. അതിന് ചിഹ്നം എന്ന് പറഞ്ഞാൽ ചുറ്റിക്കെട്ടി വന്ന് ഇടതുവശത്തേക്ക് താഴേക്ക് വരച്ച് വീണ്ടും ചുറ്റിക്കെട്ടി നിൽക്കുന്നു. കണ്ടോ, ചുറ്റിക്കെട്ടി വന്ന് ഇങ്ങനെ ഇടതുവശത്തേക്കൊരു വര വരച്ച് താഴേക്ക് ചുറ്റിക്കെട്ടി നിൽക്കുന്നു. ഇതാണ് എയുടെ ചിഹ്നം. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ആദ്യമൊക്കെ പഠിച്ച അക്ഷരങ്ങളിൽ ഈ ചിഹ്നങ്ങൾ വരുമ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യമൊക്കെ പഠിച്ച അക്ഷരങ്ങൾ ഏതൊക്കെയാ? റാ, ത, പ, ന എന്നൊക്കെ പഠിച്ചില്ലായിരുന്നു. അപ്പോൾ നമുക്ക് അതിലെങ്ങനെയാണ് വാക്കുകളിലും അക്ഷരങ്ങളിലും ഒക്കെ വരുന്ന ഈ ചിഹ്നങ്ങളൊക്കെ വരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതായത് നമ്മൾ എയും ഇപ്പം മറ്റക്ഷരങ്ങളിൽ വരുമ്പം നമ്മൾ എങ്ങനെയാണ് ചേർക്കുന്നതെന്നാണ് ഇതുവരെ പഠിച്ചത്. അതുപോലെ തന്നെ ഇപ്പോഴും ഈ സൗണ്ട്, ഈ എയും ഇപ്പോൾ നമ്മൾ പഠിച്ച അക്ഷരമാണ് റ. അപ്പോൾ റേ എന്ന് പറയുമ്പോൾ നമുക്ക് റായുടെ കൂടെ എ എഴുതുകയല്ല അല്ലേ ചെയ്യാം. റായുടെ കൂടെ എയുടെ ചിഹ്നം ചേർത്ത് വയ്ക്കുകയാണ് ചെയ്യാം. അപ്പോൾ റേ എന്ന് പറയുമ്പോൾ നമ്മൾ എ എഴുതിയിട്ട് റാ എഴുതുകയല്ല ചെയ്യാം. അതിന് റായുടെ ചിഹ്നം എഴുതുക, ചുറ്റിക്കെട്ടി വന്ന് റാ എഴുതുക, വീണ്ടും റാ എഴുതുക. റേ എന്നായില്ലേ? അപ്പോൾ റായുടെ കൂടെ ഈ ചിഹ്നം ചേർത്തപ്പോൾ, ഇത് എയുടെ ചിഹ്നമാണ്, ഈ ചിഹ്നം ചേർത്തപ്പോൾ റേ എന്ന് വായിക്കും. ഇനി റേ എന്നെങ്ങനെ എഴുതും? അതായത് റായുടെ കൂടെ എ എന്ന ചിഹ്നം ചേർക്കണം. അപ്പോൾ നമ്മളെങ്ങനെ എഴുതും? ചുറ്റിക്കെട്ടി വന്ന് ഇടതുവശത്തേക്ക് താഴേക്ക് പോയി വീണ്ടും ചുറ്റിക്കെട്ടി നിൽക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യണം? റാ എഴുതി കൊടുക്കുക. അപ്പോൾ റേ എന്ന് വായിക്കും. മനസ്സിലായോ? അപ്പോൾ റേയും പഠിച്ചു, ഇതുപോലെ എല്ലാ അക്ഷരങ്ങളും നമുക്ക് പഠിക്കാം. അതായത് ഇപ്പോൾ പായാന്ന് വിചാരിച്ചു, പാ നമ്മൾ പഠിച്ചത്. അപ്പോൾ പ എന്ന അക്ഷരം പേ എന്ന് പറയുമ്പോൾ ചുറ്റിക്കെട്ടി വന്ന് റ. പേ എന്ന് പറയുമ്പോൾ ചുറ്റിക്കെട്ടി വന്ന് ഈ ഇടതുവശത്തേക്ക് താഴേക്ക് പോയി വീണ്ടും ചുറ്റിക്കെട്ടി വന്നു. നമ്മൾ ഫോൺ കണ്ടിട്ടില്ല, ലാൻഡ് ലൈനൊക്കെ. അപ്പോൾ നമ്മളത് ഇടത്തെ ചെവിയിൽ വെക്കുമ്പോൾ നമ്മൾ ഈ ചെവിയിൽ നമ്മുടെ ഇടത്തെ ഹാൻഡ് അല്ലേ, ഇടത്തെ ഹാൻഡിൻ്റെ ചെവി, ആ ചെവി ഓർക്കുക. ഇടത്തെ ചെവിയിലേക്ക് അത് വെക്കുമ്പോൾ അതിൻ്റെ ഷേപ്പ് അതുപോലെ തന്നെ ഇരിക്കും ഇത്. അപ്പോൾ പേ കണ്ടില്ലേ? ഇനിയിപ്പോൾ ന എന്ന അക്ഷരമാണെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് നെ എന്ന് പറയുമ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ചേ, എയുടെ ചിഹ്നം നമുക്ക് ഇട്ട് കൊടുക്കണം അല്ലേ? അപ്പോൾ നെ. ഇനി നേ എന്നാണെങ്കിലോ എന്തിട്ട് കൊടുക്കണം? എയുടെ ചിഹ്നം ഇട്ട് കൊടുക്കുക. അതായത് ഫോണിൻ്റെ ഷേപ്പ് ഓർക്കുക നിങ്ങൾ കേട്ടോ. നേ എന്നിട്ട് കൊടുത്തു. അപ്പോൾ ഈസി അല്ലേ ഇത്? ഈ അക്ഷരവും ഈ ചിഹ്നങ്ങളും ഒക്കെ ഈസിയാണ്. എ എന്ന അക്ഷരം നമുക്ക് എഴുതാൻ അറിയാം. എങ്ങനെയാണ്? എ എന്ന അക്ഷരം പ എന്ന അക്ഷരം എഴുതിയിട്ട് ആ വരയിലൂടെ തന്നെ റാ എഴുതുക. പിന്നെ എ എന്നെങ്ങനെ എഴുതും? പ എന്ന അക്ഷരം എഴുതി ആ വരയിലൂടെ തന്നെ ദ എന്ന അക്ഷരം എഴുതുക. അപ്പം എയിലും എ എന്ന അക്ഷരത്തിലും ഏതൊക്കെ അക്ഷരങ്ങളുണ്ട്? പായുണ്ട്, റായുണ്ട്, ദായുണ്ട്. അത് ഓർത്തിരിക്കുക. പിന്നെ നമ്മൾ ചിഹ്നങ്ങൾ ചുറ്റിക്കെട്ടി വന്ന് റാ എഴുതുമ്പോൾ എ ആവും, എയുടെ ചിഹ്നമാകും. പിന്നെ ചുറ്റിക്കെട്ടി വന്നൊരു ഫോണിൻ്റെ ഷേപ്പിൽ വരില്ലേ, അതാണ് എയുടെ ചിഹ്നം. മനസ്സിലായോ? അത് നമ്മൾ അക്ഷരങ്ങളിൽ ചേർക്കുമ്പോൾ നമുക്ക് അക്ഷരങ്ങൾ എഴുതാൻ പറ്റും. ഇനി ഇത് കൂട്ടിയിട്ടൊരു നമുക്കൊരു വാക്ക് പഠിക്കാം. അപ്പോൾ എ എന്ന അക്ഷരം ചേർത്തിട്ട് ഒരു വാക്ക് നമുക്കിപ്പോൾ നമ്മൾ പഠിച്ച അക്ഷരങ്ങൾ ചേർത്ത് എഴുതാൻ പറ്റും. അതായത് നമുക്ക് പേന, നമ്മൾ എല്ലാത്തിനും റൈറ്റ് ചെയ്യാനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സാധനമല്ലേ പേന എന്ന് പറയുന്നത്. ആ പേന എന്ന് നമുക്ക് എഴുതണം. അപ്പോൾ നമുക്ക് പ എന്ന അക്ഷരം അറിയാം, ന എന്ന അക്ഷരം അറിയാം. നമുക്കത് ആദ്യം എഴുതാം. ഇപ്പോൾ പ എന്ന അക്ഷരം ഞാൻ എഴുതുന്നു, ന എന്ന അക്ഷരവും ഞാൻ എഴുതുന്നു. ഇപ്പോൾ ഇത് പനാന്ന, ഇത് നമുക്ക് എഴുതാൻ അറിയാം, നമ്മൾ പഠിച്ചതാണ്. അപ്പം ഇത് നമ്മൾ പേന എന്നാക്കണം. എങ്ങനെയാ? പേന പറഞ്ഞേ നിങ്ങൾ. പേന, പേന. നായ്ക്കൊന്നുമില്ല. ന എന്ന് പറയുമ്പോൾ തന്നെ അതിന് ആയുടെ ചിഹ്നമാണ്. അപ്പോൾ ആയ്ക്ക് ചിഹ്നമില്ല, അതുകൊണ്ട് ന അവിടെ ഒന്നുമില്ല. പേന. നിങ്ങൾ തന്നെ അതൊന്ന് പ്രൊനൗൺസ് ചെയ്തേ. പേന, പേന,
പേന എന്ന് പറയുമ്പോൾ പേ എന്ന് അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ എയുടെ ചിഹ്നം ചേർത്ത് കൊടുക്കണം, എന്നാലല്ലേ പേ എന്ന് വായിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എയുടെ ചിഹ്നം ഇവിടെ ഇട്ട് കൊടുക്കാം. കണ്ടോ? അപ്പോൾ പേന എന്ന് നമുക്ക് വായിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ പേന എന്ന് എഴുതാൻ പഠിച്ചു. ഇപ്പോൾ നമ്മൾ അറിയാണ്ട് തന്നെ നമ്മൾ അക്ഷരങ്ങൾ പഠിച്ച് ചിഹ്നങ്ങൾ പഠിച്ച് എഴുതാൻ പഠിക്കുന്നത് കണ്ടോ? അപ്പോൾ എല്ലാവർക്കും ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.